നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട നടനാണ് മഹാനടൻ മമ്മൂട്ടി. മലയാള സിനിമയിലെ മഹാനടൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നും മലയാള സിനിമയിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നതും. നല്ല ഒരു വ്യക്തിത്വത്തിനും ഉടമയാണ് മമ്മൂട്ടി. ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലും മലയാളികൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അതിലേറെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കൊലപാതകങ്ങളും പരസ്പര വിദ്വേഷവും കൂടുന്ന ഈ കാലഘട്ടത്തിൽ മമ്മൂട്ടി എന്ന കലാകാരന്റെ വാക്കുകൾ ഇപ്പോൾ പ്രസക്തമാകുകയാണ്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. അത് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ, വിരോധമില്ല. പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കണം. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യവെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യവെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, ജാതിയുമില്ല, രോഗങ്ങൾക്കുമില്ല. പക്ഷേ എന്നാലും നമ്മളിതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കാലമുണ്ടായ അല്ലെങ്കിൽ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം നമ്മൾ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. നമ്മുടെ സ്നേഹമുണ്ടാകുന്നത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ, അതായത് നമ്മളിലുള്ള പൈശാചികമായ ഭാവത്തെ, അതിനെ ദേവഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എത്രമാത്രം പ്രസക്തിയേറുന്നവയാണ്. ആർക്കൊക്കെയോ വേണ്ടി മനുഷ്യർ തമ്മിൽ തല്ലിച്ചാവുന്നു. കുട്ടനാടിനെയും മുട്ടനാടിനെയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന കഴുകന്മാർ ഇവിടെ സസുഖം വാഴുന്നു. മരണപ്പെടുന്നവർ ഏതു മതസ്ഥരായാലും അവർ മനുഷ്യരാണ്. മമ്മൂട്ടിയെപ്പോലുള്ള ജനമനസ്സുകളിൽ സ്ഥാനം നേടിയവർ ഇതുപോലെ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം. മമ്മൂട്ടിയെപ്പോലെ നാമെല്ലാം ഏറെ സ്നേഹിക്കുന്ന കലാകാരന്മാർ ഇതുപോലെ മമ്മൂട്ടിയെപ്പോലെ തന്നെ രംഗത്ത് വരികയും വേണം. ഈ മതഭ്രാന്ത് ഇവിടെ അവസാനിക്കണം. ഇവിടെ മതവും ജാതിയും തലയ്ക്കു പിടിക്കാത്ത, ജീവിക്കാനായി കഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുണ്ട്. അവർക്ക് ഈ മണ്ണിൽ മനസ്സമാധാനത്തോടെ ജീവിക്കണം. മമ്മൂട്ടിയെപ്പോലുള്ളവരുടെ വാക്കുകേട്ടെങ്കിലും മതഭ്രാന്ത് മാറി തലയിൽ വെളിച്ചം കയറട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം.